അഡ്വക്കേറ്റ് സതീഷ് വസന്തിലേക്കാണ്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, സർക്കാരിന് ഇക്കാര്യങ്ങളൊന്നും അറിയാത്തതല്ല. 2020 ഒക്ടോബർ 24 ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഇറക്കുന്ന റവന്യൂ സെക്രട്ടറിക്ക് ഇത് നിയമവിരുദ്ധമായ ഒരു ഉത്തരവാണ് എന്ന് വളരെ കൃത്യമായി അറിയാമായിരുന്നു. അതിൽ ഉൾപ്പെടുത്തേണ്ട വകുപ്പുകൾ മറച്ചുവെച്ചുകൊണ്ട്, ക്ലോസുകൾ മറച്ചുവെച്ചുകൊണ്ട് നാട്ടുകാരെ മൊത്തം പറ്റിക്കുന്ന ഒരു ഉത്തരവ് അന്ന് ജയതിലക് ഇറക്കുകയാണ്. അന്ന് വയനാട് ജില്ലാ കളക്ടറായിരുന്ന അദീലയ്ക്കും ഈ വിവരങ്ങൾ അറിയാം. ഈ ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു ഉത്തരവിറക്കുകയാണ്. അതിന് കൃത്യമായ രാഷ്ട്രീയ പിൻബലം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ അന്നൊക്കെ. അത്തരത്തിൽ രാഷ്ട്രീയ പിൻബലമില്ലാതെ ഒരു ഉദ്യോഗസ്ഥന് ഇത്ര വിവാദമായ ഒരു ഉത്തരവ് ഇറക്കാനും പറ്റില്ല. അതുപോലെ ഈ കാട്ടുകള്ളന്മാർക്ക് 29 പേരുടെ, ഈ 29 നിസ്സഹായരായ കർഷകരുടെ ഭൂമിയിൽ കയറി ഈ ഇത്തരത്തിൽ 500-ലധികം വർഷം പഴക്കമുള്ള ഈ വൻമരങ്ങൾ വെട്ടി മാറ്റിയെടുക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ അന്ന് വിവാദമുയർന്നപ്പോൾ സർക്കാർ പറയുന്നത് ഒരു തരത്തിലും കർഷകരെ ദ്രോഹിക്കുന്ന ഒരു സമീപനം ഉണ്ടാകില്ല എന്നാണ്. പക്ഷേ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും ഇന്ന് 29 കർഷകർക്ക് നോട്ടീസ് വീണ്ടും കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ നൽകിയ അപ്പീലിൽ അപാകതകളുണ്ട്, അത് പരിഹരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് സ്വാഭാവികമാണ് എന്നാണ് റവന്യൂ മന്ത്രിയുടെ വാദം. അത്ര സ്വാഭാവികമായി ഈ കാര്യത്തെ കാണാൻ കഴിയുമോ അഡ്വക്കേറ്റ് സതീഷ് വസന്ത്? 2020 ഒരു ഉത്തരവ് ഇറക്കി. അതെന്താണ് ഇറക്കിയത്? സ്വന്തം കൃഷിയിടങ്ങളിൽ നിൽക്കുന്ന മരങ്ങൾ, അത് ചന്ദന ഒഴികെയുള്ള ബാക്കിയുള്ള മരങ്ങൾ, അത് വെട്ടിമാറ്റാൻ ഒരു കർഷകന് അവൻ സ്വന്തമായിട്ട് വെച്ചിട്ടുള്ള മരങ്ങളാണ്, അത് കാട്ടുതടിയൊന്നുമല്ല. അപ്പോൾ അത് വെട്ടാൻ വേണ്ടിയുള്ള ഒരു ഉത്തരവ് താൽക്കാലികമായി കൊടുത്തിട്ടുണ്ട്. ആ താൽക്കാലികമായ ഉത്തരവ് വച്ചുകൊണ്ടാണ് വ്യാപകമായ മരമുറികൾ നടന്നിട്ടുള്ളത്. 500-400 വർഷമായിട്ടുള്ള മരങ്ങൾ മുറിച്ചു മാറ്റിയത് എന്നാണ് 2020 ഉത്തരവ് വച്ച് അവർ ചെയ്തിട്ടുള്ളത്. അതാണ് വലിയ കേസായിട്ടുള്ളതും. അത് പിന്നെ അത് സ്റ്റേ ചെയ്തിട്ട് ആ ഉത്തരവ് റദ്ദ് ചെയ്തുകൊണ്ട് വന്നത്. അതാണ് 2020 നടന്നിട്ടുള്ളത്. ഈ ഇപ്പം നീലിമ പറയുന്നത് ഈ 29 കർഷകർക്ക് ഒരു അപ്പീൽ കളക്ടർ കൊടുത്തിട്ടുള്ള അപ്പീൽ റദ്ദാക്കിക്കൊണ്ട് പുതിയൊരു അപ്പീൽ ഒരു ഇത് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് എന്തിനാണ്? ആ കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണ്. നമ്മൾ പുതിയ നിയമസഭയ്ക്കകത്ത് കഴിഞ്ഞ നിയമസഭയിൽ പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാലോ. സ്വന്തം ഇടുക്കി ഉള്ള പട്ടയം ഭൂമിയിലുള്ള അതെങ്ങനെ അഡ്വക്കേറ്റ് സതീഷ് വസന്ത് അതെങ്ങനെ സഹായകമാകും? ഈ 29 പേർക്കും നൽകിയിരിക്കുന്ന നോട്ടീസിൽ പറയുന്നത് ഈ വെട്ടിമുറിച്ച മരത്തിന്റെ വിലയടക്കം കാണിച്ചുകൊണ്ട് വൻ തുക നഷ്ടപരിഹാരമായി ഈടാക്കണമെന്നാണ്. ഈ മുട്ടിൽ മരം മുറിക്ക് നേതൃത്വം നൽകിയ ഈ ഇപ്പോഴത്തെ മാധ്യമ മുതലാളിമാരടക്കമുണ്ടല്ലോ, ഇവർക്ക് കൊടുത്തത് 5000 മുതൽ 7000 രൂപ വരെയൊക്കെയാണ് ഈ വൻ മരങ്ങൾക്ക്. അത് ഈ പാവങ്ങൾ ആ കെണിയിൽ വീണു പോകുകയാണ്. പക്ഷെ കേസ് വന്നപ്പോൾ, ഒരു പ്രശ്നം വന്നപ്പോൾ ഈ 29 പേരും ഇതിന്റെ പുറകെ തൂങ്ങേണ്ട അവസ്ഥയായി. ഇപ്പോൾ ആ പാവങ്ങൾ എവിടെ പോവാനാണ്? സർക്കാരിന് വളരെ കൃത്യമായി ഇത് വനം കൊള്ളയാണ് നടന്നത്, കാട്ടുകൊള്ളയാണ് നടന്നത്, ഈ കാട്ടുകൊള്ളന്മാരാണ് ഈ പാവങ്ങളെ പറ്റിച്ചത് എന്നുള്ള വളരെ കൃത്യമായ വിവരങ്ങൾ മുന്നിലുണ്ട്. അപ്പോൾ സർക്കാർ എങ്ങനെയാണ് ഇതിൽ ഇവരെ സഹായിക്കാൻ വേണ്ടി അത്തരത്തിലൊരു നിലപാടെടുക്കുന്നു എന്നൊക്കെ പറയുന്നത്? അല്ല നീലിമ, ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ രാജൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും കൃഷി വനവാസ ആളുകൾക്കോ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ഒരാൾക്ക് പോലും ഈ 29 പേർക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലായിരിക്കും ഈ അപ്പീൽ പരിഗണിക്കുന്നത്. ഒരു അപ്പീൽ ഇപ്പോൾ കളക്ടർക്ക് ഇവരെ സഹായിക്കാൻ വേണ്ടിയായിരിക്കും അത് നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. ആ ഒരു അപ്പീൽ അവർ തള്ളിക്കൊണ്ട് പുതിയൊരു മെമ്മോ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, പുതിയൊരു അഫിഡേവിറ്റ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് അവരൊക്കെ സഹായിക്കാൻ വേണ്ടി ഒരു കാരണവശാലും കൃഷിഭൂമിയിലുള്ള കൃഷിക്കാരെയോ അവിടുത്തെ വനവാസ ആൾക്കാരെയോ ഒരു കാരണവശാലും ഇതുകൊണ്ട് ബുദ്ധിമുട്ടില്ല.